രാവിലെ തുടങ്ങിയ എന്താണ് ആ ഒരു പതിവില്ലാത്ത മഴയൊക്കെ അല്ലേ? ഇവിടെ റിയാദിലാണ് കേട്ടാ. തണുപ്പ് കൂടാനാണോ കുറയാനാണോ എന്നറിയില്ല. എന്തായാലും ക്ലൈമറ്റിന് പറ്റിയ ഒരു സൂപ്പ്, ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചിക്കനിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും ഉപ്പും ഒരു 3 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 2-3-4 വിസിൽ അങ്ങോട്ട് വേവിച്ചെടുത്തോളൂ കേട്ടോ. അതിന് ശേഷം മീൻ അങ്ങോട്ട് നന്നായിട്ട് അരിച്ചിട്ട് നമ്മുടെ ചിക്കൻ മാറ്റി വെക്കുക. അതേപോലെ തന്നെ ആ സ്റ്റോക്ക് വാട്ടർ കൂടെ മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഈ ചിക്കൻ ഉണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങോട്ട് മുറിച്ചിട്ട് അതും മാറ്റി വെച്ചോ. ഇനി ഒരു പാനിലോട്ടെ കുറച്ച് ബട്ടർ ഇട്ട് അങ്ങോട്ട് ചൂടാക്കി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ആദ്യം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും ചേർത്തോളൂ കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടേ ആ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഇല്ലേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഈ സമയത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വെട്ടി തിളച്ച് വരട്ടെ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും വിനീഗറും ഡാർക്ക് സോയാ സോസും പിന്നെ ചില്ലി സോസോടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം അവിടെ മിക്സ് ചെയ്തിട്ട് പിന്നെയും നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ തന്നെ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇതങ്ങോട്ട് കുറുക്കി വരുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കണം. ഒരു കോഴിയുടെ മുട്ടയായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചേർക്കുന്ന സമയത്തുണ്ടല്ലോ കൈ എടുക്കാണ്ട് പതിയെ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുക്കണം. എന്നാലാണ് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ട് വരുള്ളൂ. ഏറ്റവും അവസാനം ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് സ്പ്രിംഗ് ഓണിയനോട് ചേർത്തിട്ട് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. ഈ സൂപ്പ് ഒരു അൺഹെൽത്തി സൂപ്പായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അതും പറഞ്ഞുകൊണ്ട് ആരും വരാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും ഇതിനെ ഒരു ഹെൽത്തി സൂപ്പായിട്ട് തന്നെയാണ്